ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിലൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് വോട്ടേഴ്സ് കാർഡ്, അതായത് ഇലക്ഷൻ ID എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയി www.nvsp ഹോം പേജ്, വോട്ടർ പോർട്ടൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റാണ്, അതെടുക്കുക. അതിലെടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. വോട്ടേഴ്സ് ID ചെയ്യാനായിട്ട് പൊതുവായിട്ട് വേണ്ടത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, പിന്നെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെയോ നൈബറിൻ്റെയോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ. വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നതാണ്. നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് മൊബൈൽ നമ്പറിലോട്ട് വന്ന OTP അടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പറിൽ നിന്നുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പർ, സിമ്പൽ എന്നിവ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാസ്വേഡ് കൊടുത്തത് സെറ്റ് ആവുകയുള്ളൂ. അപ്പം നമുക്ക് ആ പാസ്വേഡ് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായി കൺഫേം പാസ്വേഡ് എന്ന് കാണാം. ആ കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്തുകൂടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാത്സ് സോൾവ്, അതായത് നമുക്കൊരു മാത്സിൻ്റെ ഒരു സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം തന്നിട്ടുണ്ട്. അത് അവിടെ അതിൻ്റെ ഉത്തരം ആൻസർ കൊടുത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ കൊടുക്കുക. അതിന് മുമ്പായിട്ട് കാണാം വി ഹാവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളതിൽ ടിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷനായി. നമ്മളതിൻ്റെ സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വോട്ടേഴ്സ് പോർട്ടലിലെ സൈറ്റ് വെൽക്കം ടു വോട്ടേഴ്സ് പോർട്ടൽ ലിസ്റ്റ് എന്ന് കാണാം. അപ്പം നമുക്കതിൽ വെൽക്കം കൊടുക്കാം. വെൽക്കം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഓപ്പണായി വരും. ഇതാണ് നമ്മുടെ പേജ്. ഇതിൽ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമുക്ക് നേരത്തെ എടുത്ത ആളാണെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാം. അല്ല പുതിയതായിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അല്ല വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിതെങ്ങനെ പുതിയ ID കാർഡ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുക്കാം, ന്യൂ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ പേജ് വരും. അതിൽ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. അതിന് തൊട്ട് താഴെയായി സർനെയിം, അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ പേര് അതിൽ വരുന്നതാണ്. അതിനുശേഷം ലെറ്റ് സ്റ്റാർട്ടഡ്, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കുന്നുണ്ട് ആൾറെഡി വോട്ടേഴ്സ് ID ഉണ്ടോ, അതോ ഐ ആം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് രണ്ട് ഓപ്ഷൻസുകൾ കാണാം. അതിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് കൊടുക്കുക, അല്ല നേരത്തെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. അതിനുശേഷം ഐ ആം ഇന്ത്യൻ സിറ്റിസൺ, നമ്മൾ ഏത് സിറ്റിസൺ ആണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഒന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ സ്റ്റേറ്റ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ബർത്ത് പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ അത്. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് ജില്ല സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ ആ അസംബ്ലി മണ്ഡലം കൊടുക്കുക. അതെല്ലാം കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട്
അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മുടെ ജെൻഡർ അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ വീണ്ടും കൊടുക്കുക. അപ്പോൾ അടുത്ത സെക്ഷൻ വരും. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും വോട്ടേഴ്സ് ID നമ്പർ അവിടെ കൊടുക്കുക. ഫാമിലി മെമ്പർ ഇല്ലെങ്കിൽ നൈബേഴ്സിൻ്റെയും കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കവിടെ വോട്ടേഴ്സ് ID നമുക്ക് അടിച്ചു കൊടുക്കാം. ആ വോട്ടേഴ്സ് ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാരുടെ പേരിലുള്ളതാണെന്ന് വെച്ചാൽ അവരുടെ നെയിം അവിടെ അടിച്ചു കൊടുക്കുക. സർനെയിം ഉണ്ടെങ്കിൽ സർനെയിം അടിച്ചു കൊടുക്കുക. റിലേഷൻ എങ്ങനെയാണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റിലേഷൻ അവിടെ കൊടുക്കുക. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടണിൽ വീണ്ടും കൊടുക്കുക. അപ്പം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവും. ഇവിടെ നമുക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഹൗസ് നമ്പർ, അതുപോലെ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ വില്ലേജ്, ഏത് ഏരിയ ആണെന്ന് വെച്ചാൽ ആ ഏരിയയുടെ പിൻകോഡ് എന്നീ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഡോക്യുമെൻ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ വരുന്നത് ഡിക്ലറേഷൻ പേജാണ്. നമ്മൾ ഇപ്പോൾ അപേക്ഷയെല്ലാം അടിച്ചു കഴിഞ്ഞു. നമ്മളാദ്യം ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അതിനുശേഷം അഡ്രസ്സ് കൊടുത്തു. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഡിക്ലറേഷൻ വരും. അതിനുശേഷം നിങ്ങൾ ഇയർ അതുപോലെ മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനറൽ ഡിക്ലറേഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ പ്ലേസും അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ പേരും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടണിൽ കൊടുക്കുക. നമുക്കിതെല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഫോം വരും. നമ്മൾ അടിച്ചു കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ് ഫോം എന്നതിൽ കൊടുക്കാം. എഡിറ്റ് ഫോമിൽ കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനെല്ലാം സാധിക്കും. അപ്പോൾ നമുക്ക് ആ എഡിറ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കാദ്യം എഡിറ്റ് ഫോമിൽ കൊടുക്കാം. ആദ്യം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫും നമ്മൾ അയച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡിസ്ട്രിക്റ്റ് അതൊക്കെ അടിച്ചു കൊടുത്തു. എവിടെയാണ് അസംബ്ലി മണ്ഡലം അതെല്ലാം കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് പേജ് നമ്മൾ അഡ്രസ്സിൻ്റെയാണ്. അഡ്രസ് പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും തിരുത്താനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ തിരുത്താവുന്നതാണ്. അത് തിരുത്തിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏതൊരു കാര്യത്തിനും രണ്ടാമത്തെ വെരിഫിക്കേഷൻ നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും അറിയാതെയോ മറ്റ് മാറിപ്പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താവുന്നതാണ്. അതെല്ലാം തിരുത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടണിൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻസ് യു ആർ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് വരും. ഇപ്പം നമ്മൾ പുതിയ വോട്ടേഴ്സ് കാർഡിനുള്ള അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വോട്ടേഴ്സ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് മൊബൈൽ വഴിയും ചെയ്യാവുന്നതാണ്. ഇതേ സൈറ്റ് എടുത്ത് തന്നെ NVSP എന്നാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സൈറ്റ്. NVSP എന്ന് അടിച്ചു കൊടുത്താൽ ഒഫീഷ്യൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.